അലീന മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മനുവേട്ടനൊന്ന് വീട്ടിൽ പോയി നോക്കണം, അച്ഛനോടും ഒക്കെ ഒന്ന് സംസാരിക്കണം, അവരെല്ലാവരും വിഷമത്തിലിരിക്കുകയായിരിക്കും, ഒന്ന് പോയി ചാർജ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മനു അവിടേക്ക് പോകുമ്പോഴേക്കും കൃഷ്ണയും പബ്ദിയും കൂടി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ, അമ്മയും അച്ഛനും ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, അമ്മ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അടുത്തോട്ട് കൊട്ടാൻ പോകും, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടത് കിട്ടും, പിന്നെ അത് ഒരാഴ്ച നീണ്ടു നിൽക്കും അവരുടെ പിണക്കം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല, പണ്ടത്തെ പോലെ തന്നെ മനുവേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അലീന ഉണ്ടെങ്കിൽ മാത്രമേ നീ ഇങ്ങോട്ട് വരുള്ളൂ അല്ലേ, അല്ലെങ്കിൽ വരില്ലാലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, മക്കളും ഹസ്ബൻഡും ഇപ്പോഴും ആൻറ്റീൻ്റെ അടുത്ത് എന്തിനാണ് പിണങ്ങി നിൽക്കുന്നതെന്നോ വഴക്കിടുന്നതെന്നോ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് നിനക്ക് അറിയണമെങ്കിൽ പറയേ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യത്തോടെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. മനുവിനായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നീ പറയും, നിനക്ക് അറിയണമെങ്കിൽ പറയാം, എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ നീ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ പറയും മനു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയുടെ പാസ്റ്റ് അവർക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴും വൈജയന്തിക്ക് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പാസ്റ്റിന് എന്ത് പറ്റി, എൻ്റെ പാസ്റ്റിന് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ സൂചന കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വൈജയന്തിക്ക് ഒന്നും മനസ്സിലാവാത്ത പോലെ തന്നെ മനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കിടുകയാണ് ചെയ്യുന്നത്. അങ്കിളും ആൻറ്റിയുടെ ആങ്ങളമാരും ആൻറ്റിയുടെ അടുത്ത് ഇങ്ങനെ പിണങ്ങിയിട്ടും വഴക്കിട്ടിട്ടും നടക്കുന്നില്ല, അത് എന്തിനാണെന്ന് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയെ ഇവിടെ നിർത്താൻ അയക്കാത്തത് കൊണ്ടല്ലേ നിൻ്റെ അങ്കിള് എൻ്റെ അടുത്ത് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല, ഒരിക്കലും എൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ല, അവൾ അത്രയ്ക്ക് ദുഷ്ടവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ഒരിക്കലും അലീനയെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല, അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുന്ന ഒരാളല്ല അലീന എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നീ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തന്നെ വെല്ലുവിളിക്കണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആൻറ്റിയുടെ വീടല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഇവിടുത്തെ ആധാരം ഞാൻ കണ്ടതാണ്, അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ബാലചന്ദ്രൻ മേനോൻ്റെയാണ് ഈ വീട് എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ആൻറ്റിയെ കാണാൻ വന്നതല്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ കാണാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് അല്ലേ, അലീന പറയുന്നതായിട്ട് നമുക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം എന്ന്, പക്ഷേ ആൻറ്റിയുടെ സംസാരം കേട്ടാൽ അതെല്ലാം അങ്ങനെ ചോർന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്തൊരു ബോംബുണ്ട്, അത് എപ്പോഴാണ് പൊട്ടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ഏത് നിമിഷവും പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അവധക്കുട്ടി സ്റ്റാൻലിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാം, കുറേ ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്, 3-4 ദിവസമായില്ലേ പോയിട്ട്, ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വരാണ്ട്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അവധക്കുട്ടി പറയുന്നുണ്ട്. സിംഹത്തിൻ്റെ കയ്യിൽ ഒരു ആട്ടിൻകുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പോലെയല്ലേ അപ്പച്ചൻ ഇപ്പോൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നീ അലീനയാണോ ഉദ്ദേശിച്ചത് ലാലിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അവൾ പൗലോസിൻ്റെ അടുത്ത് എടുത്തു ചാടിയതും ചൂടായതൊക്കെ നീ കണ്ടതല്ലേ, അവനെ വിറപ്പിച്ച് നിർത്തിയത് കണ്ടില്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അവധക്കുട്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, വലിയപ്പച്ചൻ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവും, ഇനി എങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് വന്നത്, അവിടെ എൻ്റെ മക്കളും മരുമക്കളും കാത്തു നിൽക്കുന്നുണ്ട് നിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ നിന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞത് ഞാൻ ഇവിടേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയപ്പച്ചൻ സങ്കടപ്പെട്ടിട്ട് അലീനയെ വിട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.